السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സോസിയൽ ജനറൽ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബഹുദ്ദീൻ മുഹമ്മദ് നബി, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോഴിക്കോട് മദീനത്ത് ഫൈസി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫോട്ടകൻ, ബഹുമാനപ്പെട്ട ജമിഅത്ത് മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മാനേജർ എം ചേലാരി, ബഹുമാനപ്പെട്ട ഹുസൈൻ മൗലവി, ബഹുമാനപ്പെട്ട സി മുഹമ്മദ് അലി ഫൈസി അടക്കമുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഒരു ചൂടൽ സ്വാലിഹമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹരാനുദ്ദേശങ്ങളും അള്ളാഹു നിരന്തരം ചെയ്യട്ടെ. നാമയുടെ ഒരു ചൂടെ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മേവരെയും അള്ളാഹുവിനെ പോലെ ഒരു ചൂട്ടി ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ മഹത്തായ ഒരു സംരംഭത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒരു ചൂടിയിട്ടുള്ളത്. സോസിയൽ ജമിഅത്ത് മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രവേശന ഉത്സവം, മദ്രസ പഠനോത്സവം അതിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. നേരറിവ് ഒരു നല്ല നാളിലേക്ക് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് മെഹ്റജാനുൽ ഹിദായ എന്ന പേരിൽ മദ്രസ പഠന വർഷാരംഭമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഒരു വർഷവും നാം റമദാനിന് ശേഷം മദ്രസ ആരംഭിക്കുമ്പോൾ ഇതേപോലെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. ഇങ്ങനെ ക്യാമ്പയിൻ ആചരിക്കപ്പെടാറുണ്ട്. മദ്രസയിലേക്ക് പുതിയതായി വരുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള പലവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്താനും, അതുപോലെ തന്നെ മദ്രസയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ, അതുപോലെ തന്നെ കൊഴിഞ്ഞുപോക്ക് തടയാനൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസ സംവിധാനം നമുക്കറിയാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്തകേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അന്നത്തെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുടെയും അവരുടെ വാഫത്തുകളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കപ്പെട്ട മഹത്തായ പ്രവർത്തനങ്ങളാണ്. ആദ്യം ബ്രിട്ടീഷ് ഭരണകാലങ്ങൾ നമുക്കറിയാം, ഒത്തുപള്ളികളായി തുടക്കം കുറിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ. അത് സ്വതന്ത്രാനന്തരം ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ അത് മദ്രസ സംവിധാനത്തിലേക്ക് മാറ്റുകയും ഇങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പാഠ്യ പദ്ധതികളും ഒക്കെ ആയിക്കൊണ്ടാണ് മദ്രസ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമസ്തകേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന വിദ്യാഭ്യാസ ഏജൻസി തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ കീഴിലാണ് മദ്രസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ ദിവസം സൂചിപ്പിച്ച പോലെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് 1700-ലധികം മദ്രസകളാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 1 ലക്ഷത്തിലധികം മാലിന്യങ്ങൾ അവിടെ സേവനം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പാഠ്യപദ്ധതികൾ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ മദ്രസ പാഠ്യപദ്ധതിയും ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർവികരായ മഹാന്മാർ വളരെ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന് ഭാഗമായിക്കൊണ്ടാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് മതപരമായ മേഖലയിൽ അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ സാമ്പത്തികമായ അഭിവൃദ്ധിയോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ
പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഓരോ പ്രദേശങ്ങളിൽ പോയി മുക്കിലും മൂലയിൽ പോയിക്കൊണ്ട് അവിടെ മാസങ്ങളും നീണ്ടു നിൽക്കുന്ന പരമ്പരകൾ നടത്തി അവിടെയുള്ള ഉമറാക്കളെയും സാധാരണക്കാർ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് മദ്രസ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുകയും ആ മദ്രസയുടെ മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ ഭാഗ്യം വെച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം. അതിൻ്റെ ഭാഗമാണ് എന്നും നമുക്ക് ഈ പ്രവർത്തനത്തെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തേക്കാൾ ധാരാളം മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പല സംസ്ഥാനങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ കാണാൻ കഴിയും. പക്ഷേ അവിടെ ഒന്നും തന്നെ ഇതേപോലെ ശാസ്ത്രീയ സംവിധാനങ്ങൾ മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ കാണാൻ കഴിയും. ചിലയിടങ്ങളിൽ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കേന്ദ്രങ്ങൾ മാത്രമായ കുറച്ച് കുട്ടികൾ ആ ഉസ്താദിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും സൂചിപ്പിച്ചതുപോലെ നമസ്കരിക്കാൻ പോലും അറിയാത്ത ധാരാളം ആളുകൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധ്യമായിക്കൊണ്ടിരിക്കുക. ഇവിടെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മദ്രസ സംവിധാനങ്ങളും തുടർന്ന് അറബി കോളേജുകളും സമന്വയ വിദ്യാഭ്യാസ രീതികളും ഒക്കെ തന്നെ ഇവിടെ ഉയർന്നു വന്നതിലൂടെ ഇതര സംസ്ഥാനങ്ങളിലേക്കും കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ഈ സംവിധാനങ്ങൾ നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൂർവികരായ മഹാന്മാർ ചെയ്ത ത്യാഗമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ത്യാഗം ചെയ്തുകൊണ്ട് പട്ടിണി കിടന്നിരുന്ന കാലഘട്ടങ്ങളിലും മദ്രസ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പിടിയേരിയും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് ഓരോ പ്രദേശം മദ്രസകൾ നടന്നത്. അവർ ചെയ്ത ത്യാഗം ഇന്ന് നാം അനുഭവിക്കുകയും ഇന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു നൽകി, സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയതിലൂടെ അടുത്തടുത്ത പ്രദേശങ്ങളിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മദ്രസകൾ നമുക്ക് കെട്ടിപ്പിടിക്കാൻ സാധിച്ചു. കിലോമീറ്ററോളം നടന്നുകൊണ്ടായിരുന്ന കാലങ്ങളിൽ മദ്രസകൾക്ക് വേണ്ടി മദ്രസ പഠനത്തിന് വേണ്ടി നമുക്ക് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് അടുത്തടുത്ത പ്രദേശങ്ങളിൽ റോഡ് മുടിച്ചു കിടക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി അടുത്ത് തന്നെ ചില കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ള ബ്രാഞ്ച് മദ്രസകളൊക്കെ തന്നെ നടത്തി സംവിധാനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സാധ്യമായത് പൂർവികർ ചെയ്ത ത്യാഗവും നമ്മുടെ പിതാക്കന്മാർ അതിനനുസരിച്ച് ചെയ്ത ത്യാഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ നിലനിർത്തേണ്ടത് ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഇന്ന് നമ്മുടെ കൈകളിലാണ് ഈ പരിശുദ്ധമായ ഇസ്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഇവിടെ നിലനിർത്തണം. നമ്മുടെ മക്കൾക്ക് ദീനീപരമായ വിജ്ഞാനം നൽകുന്നതിൽ നാം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഇസ്ലാം വിജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ്. വിശുദ്ധ ഖുർആൻ ആദ്യം അല്ലാഹുവിന്റെ നബിയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സന്ദേശം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചനാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നുള്ളതാണ്. ആ വാക്യം തന്നെ ലോകത്തിന് ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാരാളം വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ വിജ്ഞാനമുള്ളവരും വിജ്ഞാനമില്ലാത്തവരും സമന്മാരാണോ എന്ന് വിശുദ്ധ ഖുർആന്റെ വചനം. അതുപോലെ അല്ലാഹുവിന്റെ നബിയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം അൽ മഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് വിജ്ഞാനം എന്നുള്ള പ്രവാചക അധ്യാപനം. മുസ്ലിം ഉപകാരപ്രദമായ വിജ്ഞാനം എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമായ ബാധ്യതയാണ് എന്നുള്ള പ്രവാചക അധ്യാപനമൊക്കെ തന്നെ നാം വിജ്ഞാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പരിശുദ്ധമായ ഇസ്ലാം യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ വിജ്ഞാനമുള്ള സമൂഹം ഇവിടെ വളരെ നിലനിൽക്കണം. നാം കെട്ടിപ്പടുക്കുന്ന മദ്രസയും പള്ളിയും മറ്റ് ദീനീ സംരംഭങ്ങളും നടത്തിക്കൊണ്ടു പോകേണ്ടത് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. അവരെ മതബോധത്തോടുകൂടി വളർത്തിയാൽ മാത്രമേ നാളെ സംവിധാനം ഇവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം മതവിദ്യാഭ്യാസത്തിന് നൽകാൻ കഴിയണം. നമ്മുടെ മക്കൾ ദീനി ബോധത്തോടുകൂടി വളരുകയും ദീനി സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നിലനിർത്താനും അവർക്ക് കഴിയണം. അതിന് ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് സാന്ദർഭികമായി ഉൾക്കാറുള്ളത്. 5ാം ക്ലാസ് വരെ മദ്രസ പഠനം നൽകുന്നതിൽ നാം കാര്യക്ഷമമായി ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ്. 1ാം ക്ലാസ്സിൽ ചേർത്ത വിദ്യാർത്ഥി 5ാം ക്ലാസ് വരെ കൊഴിഞ്ഞുപോക്കില്ലാതെ പഠിക്കാൻ പോകാറുണ്ട്. പക്ഷെ 5ാം ക്ലാസ് കഴിഞ്ഞാൽ പലയിടങ്ങളിലും കൊഴിഞ്ഞുപോക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ തന്നെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ മദ്രസയിലുണ്ടെങ്കിൽ
ഒന്നാം ക്ലാസ്സിൽ 30 കുട്ടിയുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കൊക്കെ തന്നെ അത് 5, 6 എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ രീതിയിലേക്ക് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ മാറാതെ 1ാം ക്ലാസ്സിൽ ചേരുന്ന വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠനം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മദ്രസയിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ടത്. ആ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്താൻ കഴിഞ്ഞാൽ അവരിലൂടെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികളുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മതനിരാസം, യുക്തിവാദം, ലിബറൽ ചിന്താഗതികളൊക്കെ തന്നെ മതബോധിക കലാലയങ്ങളിൽ ഇന്ന് വളരെയധികം അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രലോഭനത്തിലും, ഏത് കൂട്ടുകെട്ടിലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള ധർമ്മബോധം നമ്മുടെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും നൽകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നൽകാൻ കഴിയണം. ജീവിതത്തിന് ലക്ഷ്യം നൽകാൻ കഴിയണം. ഇന്ന് ജീവിതത്തിന് ലക്ഷ്യം മറക്കുകയാണ്. ഈ ഭൗതികമായ ലോകത്ത് മാത്രം ആസ്വദിക്കുക എന്ന് മാത്രമായി പലരും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പാരത്രികമായ ജീവിതം അനുഭവിക്കുമെന്നുള്ളതാണ്. ഈ ലോകത്തോടു കൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്ക് 60-70 വർഷക്കാലമാണ് ഈ ലോകത്ത് അല്ലാഹു അനുവദിക്കുന്നത്. ആ കാലം കഴിഞ്ഞാൽ നമുക്ക് തന്നെ മരണത്തിന് കേടുമെന്നു, മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമൂഹം. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാവാൻ, അവിടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ വെച്ചുകൂടാൻ, അള്ളാഹുവിനെ കാണാനൊക്കെ കഴിയണമെങ്കിൽ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യമാണ്. അതാണ് നമ്മുടെ മദ്രസയിൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് മാർഗദർശനമായി അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും വിശുദ്ധ ഖുർആൻ സൃഷ്ടിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കിയാൽ മാത്രമേ നമുക്ക് പാരത്രികമായ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള പാഠങ്ങളാണ് നമ്മുടെ മദ്രസയിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ട ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നു. അത് പഠിച്ച് വളരാൻ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. ഓരോ രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് അവരുടെ മക്കളെ മതപരമായ വിദ്യാഭ്യാസം നൽകി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ വിശ്വാസികളാക്കി മാറ്റുക എന്നുള്ളതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് സമയക്കുറവ് കാരണം, വിജ്ഞാനക്കുറവ് കാരണവും ജീവിത തിരക്ക് കാരണമൊക്കെ തന്നെ പലർക്കും സാധ്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തി കഴിവുള്ള മാലിന്യങ്ങളെ നിയമിച്ചുകൊണ്ട് അവരിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഈ സംവിധാനം ഇവിടെ ഉണ്ടായിട്ട് ഉപയോഗപ്പെടുത്താതെ നമ്മുടെ മക്കൾ വഴിതെറ്റിയാൽ അവർ കാരണമായി നാം ദുഃഖിക്കുന്ന അവസ്ഥ ഈ ലോകത്തും പരലോകത്തും നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്, അതോടൊപ്പം തന്നെ പരീക്ഷണം കൂടിയാണ്. ലക്ഷ്യത്തോടു കൂടി അവരെ നേർവഴിയിലൂടെ വളർത്താൻ എല്ലാ രക്ഷിതാക്കൾ തയ്യാറാണെന്നാണ് സാന്ദർഭികമായിട്ട് കാരണം. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമ്മൾ പറഞ്ഞു, നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും നഷ്ടപ്പെടുകയാണ്. 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുക. നാം നേടിയെടുത്ത് നമ്മുടെ ഉപകാരപ്രദമായ നമ്മുടെ വിജ്ഞാനം, നമ്മുടെ സ്വാലിഹിക സന്താനങ്ങൾ ജാരിയ സ്വതക്കേ മാത്രമാണ്. നമ്മുടെ മക്കൾ സ്വാലിഹികളായാൽ അവരെ കൊണ്ട് ഈ ലോകത്തും പരലോകത്തും സന്തോഷിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകും. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ട് നമുക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർലഹു അല്ലാഹു മഗ്ഫിർലഹ എന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദിക്റും സ്വലാത്തുകൾ വരിവിട്ട് ദാനധർമ്മങ്ങൾ നടത്തി അതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ നാം സ്വീകരിക്കും. അത്തരത്തിലുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. അതിനുള്ള വഴികളാണ് ഇത്തരം മദ്രസ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇതിന് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകയും ഇതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സാധനം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. ഇവിടെ കാലഘട്ടത്തിനനുസരിച്ച് ഇവിടെ മാലിന്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളം നൽകേണ്ടി വരും. അതൊക്കെ തന്നെ ദീനിൻ്റെ മാർഗത്തിലുള്ള സംഭാവനകളാണ്, സ്വതക്കയാണ്. അതൊക്കെ തന്നെ ഭാരതലോകത്തെ നമുക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയുന്ന സേവനങ്ങളാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാനും നമ്മുടെ മക്കളെ +2 വരെയെങ്കിലും പഠിപ്പിക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ അവരിലൂടെ നമുക്ക് സന്തോഷിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക.
ഇന്നത്തെ കാലഘട്ടം നമുക്കത് അറിയാം. ലഹരിയും ഇംഗ്ലീഷിലും പ്രവർത്തനങ്ങളും മറ്റ് പല വിധത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ കൂട്ടുകെട്ടുകളിലൂടെ സാഹചര്യങ്ങളിലൂടെ അതിലേക്ക് വഴിമാറുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കുന്ന മനസ്സും ചിന്തയുമാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. അത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ മാത്രം സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വിശ്വാസമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. ആ ഒരു വിശ്വാസമില്ല എങ്കിൽ എല്ലാം ആസ്വദിക്കുക എന്ന് മാത്രമായി മാറിപ്പോകുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനി ബോധത്തോട് കൂടി വളർത്താനുള്ള ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയാണ് സംസ്ഥാന ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡും അതുപോലെ സംസ്ഥാന ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഅല്ലിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ടവരെ അധ്യാപനത്തിന് വേണ്ടി തയ്യാറാക്കുക, അതിനുള്ള സംവിധാനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ രീതിയിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പുരോഗതി നടത്തിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എല്ലാ രക്ഷിതാക്കളും മുന്നോട്ട് വരികയും നമ്മുടെ മക്കളുടെ ദീനി ബോധത്തോട് കൂടി വളർത്താൻ തയ്യാറാവുകയും ചെയ്യുന്നത് മാത്രമാണ് സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തെരുമാറാവട്ടെ, വിജയത്തിലേക്ക് തെരുമാറാവട്ടെ. നമ്മെ ഏവരും മുത്തഖീങ്ങളിൽ വിജയികളിൽ അള്ളാഹു പെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭർത്താക്കന്മാർ, മക്കൾ, അവർക്കെല്ലാം അള്ളാഹു മാഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മാരക രോഗങ്ങളും രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്. അള്ളാഹുക്കെല്ലാത്തിൻ്റെ പൂർണ്ണമായ ശിഫ നൽകട്ടെ, ഇസ്ലാം നൽകട്ടെ, ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. മാരക രോഗങ്ങളെ മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഏവർക്കും നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നാം അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരട്ടെ. മരിക്കുമ്പോൾ കരിമ്പത്തും ലക്ഷ്യത്തിൽ മരിക്കുന്ന സഭാഗങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്ന് മഹദർ കസൂടിക്കാൻ സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ദീനി പേരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സംഘം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതനാ ലക ഫതൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് പഠനാരംഭം കുറിക്കുക എന്നുള്ളൊരു മഹത്തായ ചടങ്ങാണ്. ബഹുമാനായ പാണക്കാട് സയ്യിദ് അമീദുൽ ശിഹാബുദങ്ങളും കേന്ദ്ര മുഷാവറ ജമിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനായ വാക്കോട് ഉസ്താദും ആ കർമ്മം നിർവഹിക്കുകയാണ്. ആദ്യമായി തങ്ങളും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദും ബിസ്മി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠനാരംഭം കുറിക്കുന്നു. അല്ലാഹു ഈ മക്കളെ നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സംസ്ഥാന ഉദ്ഘാടനം ഇവിടെ അഡ്മിഷൻ നൽകിയ മുഴുവൻ കുട്ടികൾക്കും ഉപഹാരം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട